major airlines operating in India. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എയർലൈൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏവിയേഷൻ ഹിസ്റ്ററീനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മേജർ എയർലൈൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇൻ്റർനാഷണൽ ആസ് വെൽ ആസ് ഡൊമസ്റ്റിക് റൂട്ട്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് എയർലൈൻ ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെയാണ് വിസ്താര. നമ്മൾ നമ്മുടെ ഈ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം സർവീസസ് നടത്തുന്ന ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു എയർലൈൻ കമ്പനിയാണ് വിസ്താര. നമ്മുടെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏവിയേഷൻ വെഞ്ചറാണ് അല്ലെങ്കിൽ എയർലൈൻ വെഞ്ചറാണ് വിസ്താര എന്ന് പറയുന്നത്. The newest addition to the Indian domestic market, Vistara is a joint venture between Tata Sons and Singapore Airlines. അപ്പം സിംഗപ്പൂർ എയർലൈൻസും അതുപോലെ ടാറ്റ സൺസും തമ്മിലുള്ള അവരുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് വിസ്താര എന്ന് പറയുന്നിട്ടുള്ള ഈ കമ്പനി അല്ലെങ്കിൽ ഈ എയർലൈൻ ഓപ്പറേറ്റർ. Vistara is quickly becoming popular for its affordable travel rates coupled with the premium hospitality. അപ്പോൾ നമ്മൾ ഇന്ത്യ ഡൊമസ്റ്റിക് എയർ സർക്യൂട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഏറ്റവും സക്സസ്ഫുൾ ആവാൻ കാരണം എയർ ട്രാവൽ അത്രയും ചീപ്പറാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഏറ്റവും നല്ല യാത്ര അനുഭവവേദ്യമാക്കുന്ന രീതിയിലാണ് പൊതുവെ ഇപ്പോൾ നമ്മുടെ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് ദി എയർലൈൻസ് ഓപ്പറേറ്റേഴ്സ് എല്ലാവരും ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വിസ്താര ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്വിക്ക്ലി ബിക്കമിങ് പോപ്പുലർ, ഓൾറെഡി പോപ്പുലർ ആണ്. പിന്നെ അതുപോലെ ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു വെഞ്ചർ ആയതുകൊണ്ട് തന്നെ അവരുടെ ജോയിൻറ്റ് വെഞ്ചർ ആയതുകൊണ്ട് തന്നെ പ്ലസ് സിംഗപ്പൂർ എയർലൈൻസ് വേൾഡിലെ ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു എയർലൈൻ ഓപ്പറേറ്ററാണ് സിംഗപ്പൂർ എയർലൈൻസ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒരു ജോയിൻറ്റ് വെഞ്ചർ ആയതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഒരു റിസപ്ഷനാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. The name Vistara symbolic of his vision of infinite expansion and desire of airline to become the best airline in India to the people. വിസ്താര എന്ന് പറയുന്നത് ആ വേർഡിൻ്റെ മീനിങ് തന്നെ ഉദ്ദേശിക്കുന്നത് അവരുടെ വിഷൻ ഓഫ് ഇൻഫിനിറ്റ് എക്സ്പാൻഷൻ, അവരുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആവുക എന്നുള്ളതാണ് അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പം ആ വേർഡ് മീൻ ചെയ്യുന്നത് തന്നെ ഇൻഫിനിറ്റ് എക്സ്പാൻഷൻ എന്നുള്ളതാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഗുർഗാവ് ആണ്, ഹരിയാനയിലെ ഗുർഗാവ്. ടൈപ്പ് ഫുൾ സർവീസാണ്. അതുപോലെ അയാട്ടയുടെ പ്രകാരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാട്ട എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഫ്ലൈറ്റ്സിൻ്റെ എല്ലാ ഓപ്പറേറ്റേഴ്സിൻ്റെയും ഒരു അസോസിയേഷനാണ്. അപ്പോൾ അവരുടെ കോഡ് നമ്മൾ പറഞ്ഞു, ഓരോ എയർലൈനും ഓരോ കോഡ് ഉണ്ടായിരിക്കും. അവർ UK എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് BTI എന്നാണ്. അത് അവരുടെ കോഡാണ്. ഓക്കെ, നെക്സ്റ്റാണ് ഇൻഡിഗോ. ഇതുപോലെ തന്നെ വിസ്താര പോലെ തന്നെ വളരെയധികം പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എയർലൈൻ ഓപ്പറേറ്ററാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. സോ ഇൻഡിഗോ commands a substantial 42% share of the Indian aviation market. It has the largest fleet size in India and consequently can transport the largest number of passengers each year. Indigo also ranked first in the list of best airlines in India. Frequent flyers regularly choose Indigo for the cheapest flight fares and deals offered year around. അപ്പോൾ ഇൻഡിഗോ എന്ന് പറയുന്നത് ഇത് 2018 കണക്കാണ്. 42% ഇന്ത്യൻ ഏവിയേഷൻ മാർക്കറ്റിലെ 42% ഷെയറും ഇൻഡിഗോയുടെ കയ്യിലാണ്. അപ്പോൾ നമുക്കറിയാം ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആണ് ഈ എയർലൈൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. സോ ഇൻ ടേംസ് ഓഫ് ഫ്ലീറ്റ് സൈസ് നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് ആണ് ഇൻ ഇന്ത്യയിൽ.
അതുപോലെ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സിനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും എന്നുള്ള റെക്കോർഡും ഇവരാണ്. അപ്പം നമ്മൾ ഏകദേശം അറിയാം 42% മാർക്കറ്റ് ഷെയർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയൊരു ഹ്യൂജ് നമ്പറാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ഡൊമസ്റ്റിക് റൂട്ട്സിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിൽ അതിലേറ്റവും സക്സസ്ഫുൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിലെ ഏറ്റവും ഫ്രണ്ട് റണ്ണർ ആണ് ഈ ഇൻഡിഗോ എന്ന് പറയുന്നത്. അതുപോലെ അത് പറഞ്ഞു ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ഫെയർസ് ആണ്. അതായത് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് വളരെ ചീപ്പാണ്. പിന്നെ അഗൈൻ ഇവരുടെയും ഹെഡ് ക്വാർട്ടേഴ്സ്, ഇൻഡിഗോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗുർഗാവാണ്, ഹരിയാനയിൽ. പിന്നെ ലോ കോസ്റ്റ് എയർലൈൻ ആയിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പം ലോ കോസ്റ്റ് അതായത് സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എയർലൈൻ പിന്നെ ട്രാവൽ സാധ്യമാക്കുക എന്നുള്ളതാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെയും മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിൽ അവർ ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഫുള്ളി സക്സസ്ഫുൾ ആണ് എന്ന് തന്നെ പറയാം. അയാട്ട കൊടുത്തിരിക്കുന്നത് 6E എന്ന് പറയുന്ന കോഡാണ്. അതുപോലെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ കൊടുത്തിരിക്കുന്നത് IGO എന്ന് പറയുന്ന കോഡാണ്. അടുത്ത എയർ ഇന്ത്യ നമുക്കറിയാം വളരെ പോപ്പുലറാണ്. ഇതിലേറ്റവും ഈ പറഞ്ഞ എയർലൈൻസിലെല്ലാം തന്നെ ഏറ്റവും അധികം ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ജനമനസ്സുകളിൽ ഇടം നേടുകയും ഏറ്റവും അധികം പോപ്പുലർ ആവുകയും ചെയ്ത ഒരു നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു അണ്ടർടേക്കിംഗ് ആണ് ഈ എയർ ഇന്ത്യ എന്ന് പറയുന്നത്. Despite its recent struggles, Air India continues to be one of the most sought after airline by people of India for domestic as well as international travel. It offers some of the cheapest fares while also providing some most luggage capacity. 25 km for the economic class among all the airlines, which is highly appreciated by flyers. Air India's solid belief in offering warmest of hospitality is symbolized by their mascot, the Maharaja, and makes it one of the best airlines in India. അപ്പോൾ നമുക്കറിയാം എയർ ഇന്ത്യ എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും സാധാരണക്കാർ, അല്ലെങ്കിൽ ഒട്ടനവധി ആൾക്കാർ, അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും നമുക്കറിയാം എയർ ഇന്ത്യ ആണ് ഏറ്റവും അധികം ഓപ്റ്റ് ചെയ്യുന്നത്. ഒന്നാമത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അല്ലെങ്കിൽ മെജോറിറ്റി ഷെയർ, എയർ ഇന്ത്യയുടെ മെജോറിറ്റി ഷെയർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. ഇപ്പം റീസെൻ്റ്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എയർ ഇന്ത്യ നഷ്ടത്തിലാണ്. അപ്പം അവരുടെ ഡൈവേഴ്സ്മെൻറ്റ് ഉള്ള ഓപ്ഷൻ ആണ് ഗവൺമെൻറ് ഇപ്പം ഫോളോ ചെയ്യുന്നത്. അതായത് എയർ ഇന്ത്യ ഓൾമോസ്റ്റ് നഷ്ടത്തിലായതുകൊണ്ട് അവർ വിൽക്കാനുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു മെജോറിറ്റി അവരുടെ ഷെയർസ്. പക്ഷേ ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ കേരളത്തിൽ KSRTCയുടെ പ്രശ്നം പോലെ തന്നെയാണ് എയർ ഇന്ത്യയുടെയും പ്രശ്നം. പക്ഷേ ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ളൊരു വിശ്വാസമാണ് എയർ ഇന്ത്യയിലും. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ സിവിൽ ഏവിയേഷൻ മേഖലയിൽ, അതുപോലെ ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ റൂട്ട്സിൽ ഇന്ത്യൻസിന് ഏറ്റവും അധികം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ് എയർ ഇന്ത്യൻ ടിക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ഏറ്റവും അധികം ആളുകൾ പോകാനായിട്ട് ദുബായ്, അതുപോലെയുള്ള മറ്റ് UAE, മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും, ബഹ്റൈൻ, ഒമാൻ, ഇങ്ങോട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് സർവീസുകൾ നടത്തുന്നുണ്ട്. ഏറ്റവും അധികം ആൾക്കാർ, ഇന്ത്യക്കാർ മിഡിൽ ഈസ്റ്റിലേക്കും അവിടുന്ന് തിരിച്ച് ഇന്ത്യയിലേക്കും എത്തിക്കുന്നതിൽ ഒരു വലിയൊരു പങ്ക് എയർ ഇന്ത്യ വഹിക്കുന്നുണ്ട്. ഇപ്പം റീസെൻ്റായിട്ട് നമ്മുടെ ഈ വന്ദേ ഭാരത് മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ COVID-19 പല സ്ഥലത്തും ഓൾമോസ്റ്റ് സ്റ്റക്കായിട്ടുള്ള ആൾക്കാർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റക്കായിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് എയർ ഇന്ത്യയും ഗവൺമെൻറ്റും നടപ്പിലാക്കിയിട്ടുള്ള വന്ദേ ഭാരത് മിഷനൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഓരോ സ്കീമുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയധികം ഈ പറയുന്ന പോലെ പബ്ലിക് ട്രസ്റ്റ് പിന്നെ കീപ്പ് ചെയ്യുന്നതിൽ എയർ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. പിന്നെ ഇവരുടെ ഈ എംബ്ലം മഹാരാജ ഒരു അതായത് ആ രീതി ഒരു റോയൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരിക എന്നുള്ളതാണ് അവരുടെ മാസ്കോട്ട്. അതായത് അവരുടെ ആ ഒരു സിമ്പിൾ നമുക്ക് എല്ലാ എയർ ഇന്ത്യ ഫ്ലൈറ്റ്സിൻ്റെയും സൈഡിലായിട്ട് കാണാം ഒരു തൊപ്പി വെച്ചിട്ട് ഒരാൾ നിൽക്കുന്നത്. അപ്പോൾ അയാളെന്നാണ് മഹാരാജ എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ മാസ്കോട്ടാണ്. അപ്പോൾ അത് സിംബലൈസ് ചെയ്യുന്നത് അവരുടെ ഹോസ്പിറ്റാലിറ്റിയാണ്. അതായത് ഞങ്ങൾ നിങ്ങളെ സെർവ് ചെയ്യാനായിട്ട് ഫുൾ ടൈം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വളരെയധികം
ഇത് പോപ്പുലർ ജനങ്ങൾക്കിടയിൽ പോപ്പുലർ ആക്കുന്നതിൽ വളരെയധികം പങ്കുവച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫുൾ സർവീസാണ്. ഈ പറയുന്ന പോലെ എല്ലാതരം ആളുകൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റാണ് എയർ ഇന്ത്യ കൊടുക്കുന്നത്. ടിക്കറ്റ് റേസ് അതുപോലെ വളരെ ചീപ്പറാണ്. അയാട്ടയുടെ കോഡ് എന്ന് പറയുന്നത് AI ആണ്. അതുപോലെ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ AIC ആണ് കൊടുത്തിരിക്കുന്നത്. സ്പൈസ് ജെറ്റ് ഈയിടെ നമുക്ക് അറിയാം വളരെ ഒരു ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് എയർലൈൻ ഓപ്പറേറ്ററാണ് സ്പൈസ് ജെറ്റ്. ഇതുപോലെ തന്നെ നമ്മുടെ ഇൻഡിഗോ ഒക്കെ പോലെ തന്നെ വിസ്താരയൊക്കെ പോലെ തന്നെ വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിലാണ് ഡൊമസ്റ്റിക് സർക്യൂട്ട്സിലൊക്കെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഓപ്പറേഷൻ നടത്തുന്നത്. ഹെഡ്ക്വാർട്ടേഡ് ഇൻ ഗുർഗാൻ, അഗൈൻ ഹരിയാനയിൽ ഗുർഗാനാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇന്ത്യസ് പോപ്പുലർ ലോ കോസ്റ്റ് എയർലൈൻ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലോ കോസ്റ്റ് എയർലൈനാണ് സ്പൈസ് ജെറ്റ് എന്ന് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ക്യാരിഡ് ഈച്ച് ഇയർ ഇറ്റ് ഈസ് റാങ്ക്ഡ് 4th ഇൻ ദ കൺട്രി. അപ്പോൾ ഇന്ത്യയിൽ നമ്പർ ഓഫ് ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്ന എടുത്തു കഴിഞ്ഞാൽ 4ാമത്തെ പൊസിഷനിലാണ് സ്പൈസ് ജെറ്റ് ഉള്ളത്. 312 ഡെയിലി ഫ്ലൈറ്റ്സ് ആർ ഇൻ ഓപ്പറേഷൻ അണ്ടർ സ്പേസ് ജെറ്റ് അക്രോസ് 55 ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ 55ഓളം ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം 312 ഡെയിലി ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ 48ഓളം 48 ഓഫ് വിച്ച് ആർ നാഷണൽ വൈൽ 7 ആർ ഇൻ്റർനാഷണൽ. അതിൽ 48ഓളം ഡെസ്റ്റിനേഷൻസ് നാഷണൽ അതായത് ഡൊമസ്റ്റിക് ട്രാവലാണ് നടത്തുന്നത്. അതായത് ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും അവരുടെ റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ അതിൽ 7 റൂട്ട്സ് ഇൻ്റർനാഷണൽ ആണ്, അതായത് ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഏതെങ്കിലും രാജ്യത്തേക്കായിരിക്കും. ദ പ്രീമിയം സർവീസസ് ഓഫ് ദിസ് എയർലൈൻ ആർ ഓഫേർഡ് അണ്ടർ ദി ബാനർ ഓഫ് സ്പൈസ് മാക്സ്. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവർ വേറൊരു പേരിലാണ് അറിയപ്പെടുന്നത്, സ്പൈസ് മാക്സ് എന്നുള്ള രീതി. പ്രീമിയം സർവീസ് ഇൻക്ലൂഡ് കോംപ്ലിമെൻ്ററി മീൽസ്, പ്രയോറിറ്റി ചെക്ക് ഇൻ ആൻഡ് ബോർഡിംഗ്, എക്സ്ട്രാ ലെഗ് റൂം എക്സെട്ര. അപ്പോൾ നമുക്കറിയാം ഇതിൽ തന്നെ ഈ നമ്മൾ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. നമ്മൾ പൈസ പേ ചെയ്യാൻ തയ്യാറാവുന്ന അതിനനുസരിച്ച് എക്കണോമിക് ക്ലാസ്, പിന്നെ അതുപോലെ ബിസിനസ് ക്ലാസ്, പിന്നെ ഫസ്റ്റ് ക്ലാസ്, അങ്ങനെ 3 വെറൈറ്റീസാണ് ഈ ടിക്കറ്റ് ആസ് പെർ ദ ടിക്കറ്റ് ചാർജ് ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല പ്രീമിയം സർവീസസ് കൊടുക്കുന്നത്, അതായത് ഏറ്റവും എമൗണ്ട് ടിക്കറ്റ് ചാർജ് കൊടുക്കാൻ തയ്യാറാവുന്ന ആളുകൾക്ക് അവർ പ്രീമിയം സർവീസസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവർ സ്പെഷ്യലി കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് സ്പൈസ് മാക്സ് എന്നുള്ള രീതിയിലാണ്, സ്പൈസ് മാക്സ് എന്നുള്ള പേരിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഗുർഗാനാണ്, ഹരിയാനയിൽ ഗുർഗാൻ ഹെഡ്ക്വാർട്ടേഴ്സ്. ലോ കോസ്റ്റ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ലോ കോസ്റ്റ് എയർ ട്രാവലാണ് പറയുന്നത്. അയാട്ട കൊടുത്തിരിക്കുന്നത് SG എന്ന് പറയുന്നിട്ടുള്ള കോഡാണ്. ICAO കൊടുത്തിരിക്കുന്നത് SCJ ആണ്. അടുത്ത് ഗോ എയർ, ഓൺഡ് ബൈ ദ കൺഗ്ലോമറേറ്റ് വാഡിയ ഗ്രൂപ്പ്. ഗോ എയർ സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ November 2005. Since then it has managed to command 8.4% of the market share in terms of number of passengers carried each year. അതുപോലെ തന്നെ ഗോ എയർ അത്രത്തോളം പോപ്പുലർ അല്ല, പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുന്നതിലും ഡൊമസ്റ്റിക് റൂട്ട്സിൽ അത്യാവശ്യം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എയർലൈൻ കമ്പനിയാണ് ഗോ എയർ എന്ന് പറയുന്നത്. വാഡിയ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് ഗോ എയർ. വാഡിയ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബിസിനസ് ഗ്രൂപ്പ്സാണ്. അപ്പം അവർ ഓൾമോസ്റ്റ് അവരുടെ മാർക്കറ്റ് ഷെയർ ഇൻ ടേംസ് ഓഫ് പാസഞ്ചേഴ്സ് ക്യാരിഡ് 8.4% ആണ്. ഗോ എയർ ഈസ് പ്രൈമറിലി ബഡ്ജറ്റ് എയർലൈൻ, അഗെയിൻ പറഞ്ഞ പോലെ ബഡ്ജറ്റ് എയർലൈൻ ആണ്. ബട്ട് ഇറ്റ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ്സ് ഫ്രീക്വൻറ്റ് ഫ്ലയർ പ്രോഗ്രാം ഗോ ക്ലബ് വിച്ച് ഓഫേഴ്സ് പ്രീമിയം സർവീസസ് സച്ച് ആസ് ആക്സസ് ടു എയർപോർട്ട് ലോഞ്ചസ് ആൻഡ് ഫ്രീ അപ്ഗ്രഡേഷൻ ടു ഗോ ബിസിനസ്, അതായത് ബിസിനസ് ക്ലാസ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്പൈസ് ജെറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ പ്രൈമറിലി ലോ കോസ്റ്റ് എയർക്രാഫ്റ്റ് ആണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ വലിയ എമൗണ്ട് പേ ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്പെഷ്യൽ സ്കീമാണ് ഗോ ക്ലബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലിയ സൗകര്യങ്ങൾ, പ്രീമിയം സർവീസസ് അവർ നൽകുന്നതായിരിക്കും. അങ്ങനെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ്.
പിന്നെ ലോ കോസ്റ്റ് എയർലൈൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അയാട്ടയുടെ കോഡ് G8 ആണ്. അതുപോലെ ICAO GOW എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എയർ ഏഷ്യ ഇതുപോലെ ഒരു അത് ഇന്ത്യൻ കമ്പനിയല്ല. എയർ ഏഷ്യ ഈസ് എ മലേഷ്യൻ ബഡ്ജറ്റ് എയർലൈൻ കാരിയർ വിച്ച് റീസെൻ്റ്ലി സ്റ്റാർട്ടഡ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ ബട്ട് ഇറ്റ്സ് സബ്സിഡിയറി എയർ ഏഷ്യ ഇന്ത്യ. അപ്പോൾ മലേഷ്യയിൽ ഹെഡ്ക്വാർട്ടേഴ്സുള്ള ഒരു വലിയ എയർലൈൻ കമ്പനിയാണ് എയർ ഏഷ്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അവർ സർവീസ് ചെയ്യുന്ന എയർ ഏഷ്യ ഇന്ത്യ എന്ന് പറയുന്ന പേരിലാണ്. ദിസ് എയർ ഏഷ്യ ബിക്കം ഫസ്റ്റ് ഫോറിൻ എയർലൈൻ കാരിയർ ടു സെറ്റപ്പ് എ സബ്സിഡിയറി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു സബ്സിഡിയറി സ്റ്റാർട്ട് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ എയർലൈൻ ഓപ്പറേറ്റേഴ്സാണ് എയർ ഏഷ്യ എന്ന് പറയുന്നത്. ഒരു സബ്സിഡിയറി എയർ ഏഷ്യ ഇന്ത്യ എന്നുള്ള പേരിലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതായത് ബാംഗ്ലൂരു, സർവ്സ് ആസ് ഇറ്റ്സ് പ്രൈമറി ബേസ് ഓഫ് ഓപ്പറേഷൻസ്. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യയിൽ ബാംഗ്ലൂരാണ്. എയർ ഏഷ്യ ഇന്ത്യ ഓഫേഴ്സ് സം ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റാലിറ്റി ടു ദെയർ കസ്റ്റമേഴ്സ് അറ്റ് അൺബിലീവബിളി ലോ പ്രൈസസ്. അഗെയിൻ ഒരു ബഡ്ജറ്റ് എയർക്രാഫ്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർ 10 years in a row, എയർ ഏഷ്യ ഹാസ് ബാഗ്ഡ് ന്യൂമറസ് അവാർഡ്സ് ആൻഡ് ഹാസ് ബീൻ ഹെയിൽഡ് ആസ് ദ ബെസ്റ്റ് ബഡ്ജറ്റ് എയർലൈൻ ഇൻ്റർനാഷണലി. അപ്പോൾ ഇൻ്റർനാഷണൽ സർവീസിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ് റേറ്റ്സ് കൊടുക്കുന്ന ഒരു എയർലൈൻ കമ്പനി എന്നുള്ള ഒരു ലേബൽ, ആ ഒരു ടാഗ് ഓൾറെഡി ഇവർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടാണ് ഇന്ത്യയിൽ ഈ എയർ ഏഷ്യ ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ശേഷം നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അഗെയിൻ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോ കോസ്റ്റ് എയർലൈൻ ആയിട്ടാണ്. അയാട്ട കൊടുത്തിരിക്കുന്ന കോഡ് I5 ആണ്. അതുപോലെ ICAO കൊടുത്തിരിക്കുന്നത് IAD ആണ്. അതായത് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ കോഡ് IAD ആണ്. പിന്നെ ഇൻ്റർനാഷണൽ എയർലൈൻസ് അതുപോലെ ഇന്ത്യയിൽ അതായത് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ഓപ്പറേഷൻസ് ഇല്ല. നമുക്കറിയാം, ഇപ്പം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഇന്ത്യയിൽ നിന്ന് പലപ്പോഴും ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസ് അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ ഒക്കെ, മിഡിൽ ഈസ്റ്റിലേക്ക് നമുക്ക് എപ്പോഴും ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഉണ്ട്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കുകയാണ് നമ്മുടെ ഒരുപാട് ദൂരങ്ങളിൽ ഉള്ള രാജ്യങ്ങൾ, ഡിഫറെൻറ്റ് കോണ്ടിനെൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷേ എന്നാലും ഒരു ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന ഒരുപാട് എയർലൈൻ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനീസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എമിറേറ്റ്സ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഈ പറയുന്ന പ്രീമിയം കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രീമിയം ട്രാവലേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സർവീസ് നടത്തുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എയർലൈൻ ഓപ്പറേറ്റേഴ്സാണ് എമിറേറ്റ്സ് എയർലൈൻസ്. മെയിൻ ഫോക്കസ് ചെയ്യുന്നവർ മിഡിൽ ഈസ്റ്റിൽ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും അധികം പോപ്പുലറായിട്ടുള്ള ഒരു കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. ഈ കാണിച്ച an extensive network of international routes. The airline has been providing commercial passenger service since 1985. അപ്പോൾ ഇതിലെ ഒരു പയനിയർ എന്നുള്ള രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 1985 അവർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 150 ഡെസ്റ്റിനേഷൻ അക്രോസ് 6 continents ആൻഡ് മെയിൻറ്റെയിൻസ് എ ഫ്ലീറ്റ് ഓഫ് 249 എയർക്രാഫ്റ്റ്സ്. ഓൾമോസ്റ്റ് 249 എയർക്രാഫ്റ്റ്സ് അവർക്കുണ്ട്. 6 വൻകരകൾ, 6 കോണ്ടിനെൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 150 ഡെസ്റ്റിനേഷൻ, ഇൻ്റർനാഷണലി 150 ഡെസ്റ്റിനേഷൻസ് അവർ കണക്ട് ചെയ്തുകൊണ്ട് ഫ്ലൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മെയിനായിട്ട് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ നമുക്ക് ഖത്തറാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഖത്തർ എയർവേസ്, എമിറേറ്റ്സിൻ്റെ UAE ആണ് ഖത്തർ എയർവേസ്. വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എയർലൈൻസ്. ഇറ്റ് ഹാസ് റിസീവ്ഡ് 5-star line status from Skytrax, a UK-based consultancy. Qatar Airways made history in 2003 when it became first airline to pass IATA's stringent IOSA safety audit. Since its inception on November 22, 1993, it has grown into one of the most competing airlines. ഇതുപോലെ തന്നെ എമിറേറ്റ്സിനെ പോലെ തന്നെ അല്ലെങ്കിൽ എമിറേറ്റ്സിനോടും കിടപിടിക്കുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാളും വലിയ രീതിയിൽ ഈ നല്ല സർവീസുകൾ കൊടുക്കുന്നതിലും അതുപോലെ ഏറ്റവും വേൾഡിലെ തന്നെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു എയർലൈൻ കമ്പനിയാണ് ഖത്തർ എയർവേസ്. ഇത് പറഞ്ഞ പോലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എയർലൈനാണ്. അതുപോലെ ഈ പറയുന്ന എല്ലാ സർവേകളിലും പൊതുവെ ഇൻ ടേംസ് ഓഫ് സർവീസ് ആയിക്കോട്ടെ, ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ക്യാരിഡ്, പലപ്പോഴും 1, 2, 3 അല്ലെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷൻസിൽ എല്ലാ വർഷവും ഇൻ ടേംസ് ഓഫ് ബിസിനസ് വരുന്ന ഒരു എയർലൈൻ, ഇൻ്റർനാഷണൽ എയർലൈനാണ് ഖത്തർ എയർവേസ്. അതുപോലെ 2003 അവർക്ക് അയാട്ടയുടെ
IATയുടെ ഈ ഡിഫറെൻറ്റ് ഓഡിറ്റ്സ് വളരെ ഫേമസ് ആണ്. അതിൽ അവർ നടത്തുന്ന സേഫ്റ്റി ഓഡിറ്റുകളുണ്ട്. അതായത് ഒരു എയർക്രാഫ്റ്റ് എത്രത്തോളം സേഫാണ് എന്നുള്ളത് മെഷർ ചെയ്യുന്ന സർട്ടൺ ഓഡിറ്റ്സ് ഉണ്ട്. അതിൽ പാസ്സാവുന്ന രീതിയിൽ അതിലുള്ള സർട്ടൺ ക്രൈറ്റീരിയാസ് അല്ലെങ്കിൽ സർട്ടൺ മെഷർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കമ്പനീസിന് അവർ സർട്ടൺ ഗ്രേഡ് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റിംഗ് വരിക. അപ്പോൾ ഇത് IATയുടെ IOSA സേഫ്റ്റി ഓഡിറ്റ് പാസ്സായിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ എയർലൈനാണ് ഖത്തർ എയർവേസ്. 1993 നവംബർ 22-നാണ് അവർ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ ലുഫ്താൻസ അഗൈൻ ഇതിൽ പറയുന്ന അവരുടെയൊക്കെ കോമ്പറ്റീറ്റർ, ഒരു ബെസ്റ്റ് കോമ്പറ്റീറ്റർ എന്നുള്ള രീതിയിൽ ലുഫ്താൻസ പറയാം. ഒരു പ്രീമിയർ എയർലൈനാണ്. And it boasts of having third largest passenger airline fleet in the world over 3 years. Lufthansa Airlines has expanded its operations with mergers and acquisitions. At present, flag carrier of Germany flies to 18 domestic destinations and 193 international destinations across 81 countries. അപ്പോൾ ലുഫ്താൻസ ഫസ്റ്റ് ഓഫ് ഓൾ ജർമ്മൻ ബേസ്ഡ് കമ്പനിയാണ്. അതുപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എയർലൈൻ ഓപ്പറേറ്ററാണ് ലുഫ്താൻസ. പിന്നെ ഒരു പ്രീമിയർ എയർലൈൻ ആയിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇൻ ടേംസ് ഓഫ് പാസഞ്ചേഴ്സ് ക്യാരിഡ് നമുക്ക് പറയാം തേർഡ് പൊസിഷനിൽ എല്ലാ വർഷവും നമ്മൾ കണക്കെടുക്കുമ്പോൾ ഏകദേശം തേർഡ് പൊസിഷനിൽ വരാറുള്ള ഒരു കമ്പനിയാണ് ലുഫ്താൻസ എയർലൈൻസ്. പിന്നെ അവർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എയർലൈൻ കമ്പനീസുമായിട്ട് മെർജ് ചെയ്തിട്ടും അതുപോലെ അവർ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല എയർലൈൻസും അക്വയർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഓവർ ദി ഇയേഴ്സ്. പിന്നെ അവർ 193 ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസിലേക്ക് അവരുടെ ഓപ്പറേഷൻ ഉണ്ട്. അതുപോലെ കവറിങ് 81 കൺട്രീസ്, ലോകത്തിലെ 81 രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ എയർലൈൻ ഓപ്പറേഷൻസ്. അപ്പോൾ ലോകത്തിൽ തന്നെ ഉള്ളത് ഈ റിച്ചസ്റ്റ് എയർലൈൻസാണ് ലുഫ്താൻസ. പിന്നെ എയർ അറേബ്യ ഉണ്ട്, ഷാർജ ബേസ്ഡ് എയർലൈനാണ്. പിന്നെ 2003 ഫെബ്രുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എയർ അറേബ്യ എയർലൈൻസ് ഹാസ് ക്രിയേറ്റഡ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് അറ്റ് ജോർദാൻ, മൊറോക്കോ, നേപ്പാൾ ആൻഡ് ഈജിപ്റ്റ്. അപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ മേജർ എയർലൈൻസുമായിട്ട് ഇവർ ജോയിൻറ്റ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് തുടങ്ങിയതിന് ശേഷമാണ് അവർ എയർ അറേബ്യ അവരുടെ മാർക്കറ്റിലേക്ക്, അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക്, ഈ പറയുന്ന രാജ്യങ്ങളിലെ മാർക്കറ്റിലേക്ക് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തെന്നുള്ളതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എയർലൈൻ ഓപ്പറേറ്ററാണ് എയർ അറേബ്യ. പിന്നെ ഇത്തിഹാദ് എയർവേസ് അഗൈൻ ഈ മിഡിൽ ഈസ്റ്റ് ഫോക്കസ് ചെയ്തോട്ട് പിന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എയർലൈൻ കമ്പനിയാണ് ഇത്തിഹാദ് എയർവേസ്. ഒക്കെ 2003 സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് ഈസ് എ ഫ്ലീറ്റ് ഓഫ് 111 പാസഞ്ചർ എയർക്രാഫ്റ്റ്സ്. അപ്പം 111 എയർക്രാഫ്റ്റ്സ് അവർക്ക് സ്വന്തമായിട്ടുണ്ട്. ഇത്തിഹാദ് എയർവേസ് ഇസ് എ നാഷണൽ എയർലൈൻ ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഇറ്റ്സ് മെയിൻ ബേസ് ഇസ് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പം UAEയുടെ നാഷണൽ എയർലൈനായിട്ട്, നമുക്ക് എയർ ഇന്ത്യ പോലെ തന്നെ UAEയുടെ നാഷണൽ എയർലൈനായിട്ട് അറിയപ്പെടുന്ന ഇത്തിഹാദ് എയർവേസ് ആണ്. ബേസ്ഡ് ഓൺ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് പറയുന്നത്. അത് ബേസ് ചെയ്തുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നത്. ദ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഫീച്ചേഴ്സ് ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, എക്കണോമിക് ക്ലാസ്, ക്യാബിൻ കോൺഫിഗറേഷൻസ്, ഈ പറയുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. 2014 several new cabins have been introduced on the plane which includes the residence suite which accommodates 2 customers. അപ്പോൾ പല രീതിയിലുള്ള പുതിയ അത്യാധുനിക സൗകര്യങ്ങൾ പിന്നെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൽ വളരെ സക്സസ്ഫുള്ളാണ് ഇത്തിഹാദ് എയർവേസ്. UAEയിലൊക്കെ വളരെ ഫേമസ് ആണ്. അതുപോലെ ഇൻ്റർനാഷണലി വലിയ രീതിയിലുള്ള ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു എയർക്രാഫ്റ്റാണ് ഇത്തിഹാദ് എയർവേസ്, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയാണ് ഇത്തിഹാദ് എയർവേസ്. പിന്നെ തായ് എയർവേസ് ഒക്കെ ഉണ്ട്. ഒരുപാട് കമ്പനീസ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം തായ് എയർവേസ് ഈ പറയുന്ന പോലെ ഒരു തായ് എയർവേസ് കമ്പനി, അതായത് തായ്ലൻഡ് ബേസ് ചെയ്തുള്ള ഒരു എയർവേസ് കമ്പനിയും അതുപോലെ സ്കാൻഡിനേവിയൻ എയർലൈൻ സിസ്റ്റം,
അതായത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായിട്ടുള്ള നോർവേ, ഫിൻലൻഡ്, പിന്നെ അതുപോലെ സ്വീഡൻ, ഇത്തരത്തിലുള്ള ഓസ്ട്രിയ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ എയർലൈൻ സിസ്റ്റമായിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ ആയിട്ടാണ് തായ് എയർവേസ് 1960 സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ഇൻ്റർ കോണ്ടിനെൻ്റൽ സർവീസസ് ഇവർ നടത്തുന്നുണ്ട്. അതുപോലെ ഏറ്റവും ഫേമസ് ആണ് ഓസ്ട്രേലിയയിലേക്കുള്ള ഓസ്ട്രേലിയൻ ഫ്ലൈറ്റ്സ് ഇവരുടെ. അതുപോലെ യൂറോപ്പ്, നോർത്ത് അമേരിക്ക ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കോണ്ടിനെൻസിലേക്കും ഇവർ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാങ്കോക്കാണ്, തായ്ലൻഡ്. പിന്നെ ബ്രിട്ടീഷ് എയർവേസ് യുണൈറ്റഡ് കിങ്ഡം, അതായത് ബ്രിട്ടനിൽ നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ്, അവിടുത്തെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയാണ് ബ്രിട്ടീഷ് എയർവേസ്. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ ഒഫീഷ്യൽ എയർലൈനായിട്ട് അറിയപ്പെടുന്നു നമ്മുടെ എയർ ഇന്ത്യ പോലെ, UAEയുടെ ഇത്തിഹാദ് പോലെ ബ്രിട്ടൻ്റെ നാഷണൽ എയർലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് എയർവേസ് ആണ്. വിത്ത് പ്രൈവറ്റൈസേഷൻ ദ എയർലൈൻ മൂവ്ഡ് ഇൻ ടു ഫേസ് ഓഫ് അൺപ്രസിഡൻറ്റ് ഗ്രോത്ത് വിച്ച് ലെഡ് ടു ദ യൂസ് ഓഫ് ദ സ്ലോഗൻ ദ വേൾഡ്സ് ഫേവറേറ്റ് എയർലൈൻ. അപ്പോൾ അവർ അത് കംപ്ലീറ്റ് ആയിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയിരുന്നു ഇതിന് ഷെയർസ് ഓൺ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് അവർ കുറച്ചധികം ഷെയർസ് വിറ്റിട്ട് ഇത് പ്രൈവറ്റൈസ് ചെയ്യേണ്ടായി. അപ്പോൾ ആ സമയത്ത് അവർ ദ വേൾഡ്സ് ഫേവറേറ്റ് എയർലൈൻ എന്ന് പറയുന്ന ഒരു ടാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് പിന്നീട് ഇവരുടെ വളർച്ചയ്ക്ക് വളരെയധികം കാരണമായി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സിംഗപ്പൂർ എയർലൈൻസ് ഇതുപോലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രാവലിംഗ് ഓഫർ ചെയ്യുന്ന ഒരു വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനീസിലൊന്നാണ് സിംഗപ്പൂർ എയർലൈൻസ്. 1972 സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് ഫ്ലൈസ് ഡെസ്റ്റിനേഷൻസ് സ്പാനിങ് അക്രോസ് 6 കോണ്ടിനെൻറ്റ്സ്. ഏകദേശം 6 കോണ്ടിനെൻറ്റ്സ് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് ഫ്ലൈറ്റ്സ് ഉണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 1970s ഇവർ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നത് ഈ പറയുന്ന എക്കണോമിക് ക്ലാസ്, ഈ താരതമ്യേന ഏറ്റവും ചീപ്പർ റേറ്റ്സിന് ടിക്കറ്റ്സ് കൊടുക്കുന്ന ഒരു കാറ്റഗറിയാണ് എക്കണോമിക് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ക്ലാസ്സിൽ മീൽസ്, അതുപോലെ ഫ്രീ ഡ്രിങ്ക്സ്, ഫ്രീ ഹെഡ്സെറ്റ്സ് ഇതൊക്കെ ആദ്യമായിട്ട് കൊടുത്തത് സിംഗപ്പൂർ എയർലൈൻസ് ആണെന്നാണ് പറയുന്നത്. പിന്നെ 2004 അവർ ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബൈ ലോഞ്ചിങ് ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് നോൺ സ്റ്റോപ്പ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ്. നോൺ സ്റ്റോപ്പ് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് സിംഗപ്പൂരിൽ നിന്ന് ലോസ് ഏഞ്ചലസ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചലസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് പറന്നത്, ഒരു സ്റ്റോപ്പേജ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പറന്നതിന് ഇവർ ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവരുടെ A340-500 എന്ന് പറയുന്ന എയർബസ്സാണ് പിന്നെ ഈ റെക്കോർഡ് ഹോൾഡറിന് അല്ലെങ്കിൽ ഈ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ മലേഷ്യ എയർലൈൻസ്, ഇത് മലേഷ്യ പേര് പോലെ തന്നെ മലേഷ്യ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മലേഷ്യ ഹെഡ് ക്വാർട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എയർലൈനാണ്. 1930s ആണ്. അപ്പം വേൾഡിലെ തന്നെ വൺ ഓഫ് ദി പയനിയേഴ്സ് ഇൻ ദിസ് ഇൻഡസ്ട്രി എന്ന് പറയാം. മലേഷ്യയുടെ ഒഫീഷ്യൽ എയർലൈനായിട്ടാണ് അറിയപ്പെടുന്നത് മലേഷ്യൻ എയർലൈൻസ്. കോട്ട കിനാബലു ഇൻ്റർനാഷണൽ എയർപോർട്ട്, കോലാലംപൂർ, മലേഷ്യയുടെ ക്യാപിറ്റലാണ് കോലാലംപൂറിൽ മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മലേഷ്യയിലെ കോലാലംപൂറാണ്. ഇറ്റ് ഫ്ലൈസ് ടു 80 ഡെസ്റ്റിനേഷൻസ് വേൾഡ് വൈഡ് ആൻഡ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് വേൾഡ്സ് ലീഡിംഗ് എയർലൈൻ ടു ഏഷ്യ. അപ്പോൾ ഏഷ്യയിലെ ഒരു ലീഡിംഗ് എയർലൈൻ എന്നുള്ള ഒരു ടാഗ് ഇവർക്ക് ഓൾറെഡി ഉണ്ട്. ലോകത്തിലെ ഏകദേശം 80ഓളം ഡെസ്റ്റിനേഷൻസിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ഫ്രീക്വൻറ്റ് ഫ്ലൈസ് ആസ് യു ഡു നോട്ട് ഹാവ് ടു കോംപ്രമൈസ് ഓൺ സർവീസസ് ഈവൻ ഇഫ് യു വാണ്ട് ടു ട്രാവൽ ഫോർ ലെസ്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ വേൾഡിൽ ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഇവർക്കുണ്ട്. സോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ഡൊമസ്റ്റിക് സർക്യൂട്ടുകളിൽ പിന്നെ ഓപ്പറേഷൻസ് നടത്തുന്ന ഡിഫറെൻറ്റ് കമ്പനീസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. അതുപോലെ കുറച്ച് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഇന്ത്യയിൽ
വലിയ രീതിയിൽ ഓപ്പറേഷൻസ് ഇല്ല, എന്നാലും ഓൺ എ ഡെയിലി ബേസിസ് അല്ല ഇവരൊന്നും പിന്നെ ഈ ഫ്ലൈറ്റ്സ് ഒന്നും ഇന്ത്യയിൽ വരുന്നത്. പക്ഷേ ഒരു സ്പെഷ്യൽ റൂട്ട്സ് ഇവർക്കുണ്ട്. പലപ്പോഴും ഇന്ത്യയിലെ പല ഫേമസ് ആയിട്ടുള്ള എയർപോർട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇത്തരം ഈ പറയുന്ന ഈ മേജർ എയർലൈൻ കമ്പനീസിൻ്റെ ഫ്ലൈറ്റ്സ് എല്ലാം ഇന്ത്യയിൽ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.